തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതിയുടെ പുതിയ അലൈൻമെന്റിനെതിരെ BJP പ്രതിഷേധത്തിലേക്ക്. 2 ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങൾ പൊളിച്ചിട്ടും മുസ്ലിം പള്ളിയുടെ കവാടം പൊളിക്കാതിരിക്കാൻ അലൈൻമെന്റ് മാറ്റുന്നതിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. സർക്കാരിന്റെ നീക്കം മുസ്ലിം പ്രീണന നിലപാടെന്നാണ് വിമർശനം. മുൻ സർക്കാരിന്റെ കാലത്ത് 2 തവണ തറക്കല്ലിട്ട വട്ടിയൂർക്കാവ് വികസന പദ്ധതിയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി മതപ്രീണനം നടത്തുന്ന MLA K മുരളീധരന്റെയും UDF സർക്കാരിന്റെയും നിലപാടിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. നാടിന്റെ വികസനത്തിനായി വിവിധ ആരാധനാലയങ്ങൾ സ്ഥലപരിമിതി പോലും മറന്ന് ഭൂമി വിട്ടു നൽകിയിട്ടുമാണ് മുസ്ലിം പള്ളിയുടെ കവാടം പൊളിക്കാതെ അലൈൻമെന്റ് തയ്യാറാക്കുന്നതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. മുസ്ലിം പള്ളിയുടെ കവാടം പൊളിക്കാതെ പുതിയ അലൈൻമെന്റ് തയ്യാറാക്കുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. മുസ്ലിം മതവിഭാഗങ്ങളുടെ ആരാധനാലയത്തിൻ്റെ മതിൽ പൊളിക്കാതെ ഈ റോഡ് ഒരിക്കലും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലപ്രാപ്തിയിലെത്തിക്കാനായിട്ട് സാധിക്കില്ല. ആ രീതിയിലാണ് അതിൻ്റെ അലൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളതും ആ അലൈൻമെൻറ്റ് വെച്ചാണ് ഇവിടെ ഉദ്ഘാടനം 2 തവണ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ഇപ്പോൾ അലൈൻമെൻറ്റ് മാറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളെ മാന്യമായിട്ട് ധരിപ്പിക്കാനെങ്കിലും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയണ്ടേ? അത് കഴിയാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നഗരസഭയുടെ സ്ഥലം കയ്യേറുകയാണ്. അതിൻ്റെ പിന്നിൽ എന്തോ ദുഷ്ടശക്തികൾ ഒളിച്ചിരിക്കുന്നുണ്ട്. രാഷ്ട്രവിരുദ്ധ ശക്തികളാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളതിന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രവിരുദ്ധ ശക്തികളോടൊപ്പം നിൽക്കുന്ന ഈ K മുരളീധരനെ നമ്മൾ ജനമധ്യത്തിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വട്ടിയൂർക്കാവിന്റെ വികസനത്തിനായി വട്ടിയൂർക്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെയും കാഞ്ഞിരമ്പാറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരവും ചുറ്റുമതിലും ഉൾപ്പെടെ പൊളിക്കുകയും ചെയ്തിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ UDFന് വിജയിക്കുന്നതിന് വേണ്ടി മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് ലഭിച്ചതിനുള്ള ഉപകാര സ്മരണയ്ക്കായാണ് മുസ്ലിം പള്ളിയുടെ കവാടം പൊളിക്കാതെ മതപ്രീണനം നടത്തുന്നു എന്നാണ് ആക്ഷേപം. ജനം, തിരുവനന്തപുരം.